ഹലോ ഗൈസ്, അപ്പം നമ്മളൊരു യാത്ര പോകാൻ റെഡിയായിരിക്കുകയാണേ. ഞാനും കല്ലൂസും ആദ്യം തന്നെ അങ്ങ് റെഡിയായി. ഞാനും ഏട്ടനും കല്ലൂസിൽ ലച്ചൂസ് മാത്രമേ ഉള്ളൂ. ആദ്യമാണെങ്കിൽ എക്സാമിന് പോയിരിക്കുകയാണ്. അപ്പം കല്ലൂസിനെ ഞാൻ ആദ്യം അങ്ങ് റെഡിയാക്കി, ഞാൻ റെഡിയായി. ഇവിടെ ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലച്ചൂസ് ആണെങ്കിൽ നല്ല ഉറക്കത്തിലുമാണ്. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ കടയിൽ നിന്ന് വന്നതേ ഉള്ളൂ. അതിന് മുമ്പ് ഞങ്ങൾ റെഡിയായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ താമസിക്കുമെന്നും പറഞ്ഞ് വഴക്ക് കിട്ടുമെന്നും പറഞ്ഞ് നേരത്തെ തന്നെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ കല്ലൂസ് ആദ്യമേ കയറി വണ്ടിയിലൊക്കെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. പോകുന്ന വഴിക്കാണെങ്കിൽ നല്ല കിടിലം കുറേ സ്പോട്ടുകളൊക്കെ കണ്ടു കേട്ടോ. അപ്പം കല്ലൂസിനാണെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവൾക്ക് ഇറങ്ങണം. ഒരുങ്ങി ആരെയും വെയിറ്റ് ചെയ്തിരിക്കുന്ന പരിപാടി അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പോകുന്ന വഴിക്ക് നമ്മൾ കരിമ്പ് ജ്യൂസ് വയ്ക്കുന്ന ഒരു സ്പോട്ട് കണ്ടു. ഏട്ടൻ ഞങ്ങൾക്ക് അവിടെ നിന്ന് കരിമ്പ് ജ്യൂസ് വാങ്ങി തന്നു ഗൈസ്. ഞാനാണെങ്കിൽ കരിമ്പ് ജ്യൂസ് ഞാൻ വിചാരിച്ചിരുന്നു അത് കൊള്ളൂല്ല, അങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ല. പുള്ളിക്കാരൻ എനിക്ക് വാങ്ങിച്ചു തന്നു. കഴിച്ചപ്പോൾ കൊള്ളാം, സംഭവം എന്തായാലും കൊള്ളായിരുന്നു. ഏട്ടൻ്റെ കൂടെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ ഫുഡ് വാങ്ങിത്തരും കേട്ടോ. പുള്ളിക്കാരൻ നമ്മളെ അങ്ങ് കഴിച്ച് നമ്മൾ അവസാനം മടുക്കും, അതുപോലെ വാങ്ങിത്തരും. പോയിട്ട് തിരിച്ചു വരുന്നവരെ നമുക്ക് ഫുഡ് പിടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടാത്ത രീതി വാങ്ങിത്തരും. നമ്മുടെ ലച്ചൂസ് ആണെങ്കിൽ യാത്രയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്നതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നോളും. എന്നാൽ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തത്തുമില്ല കേട്ടോ ഗൈസ്. നമ്മുടെ കല്ലൂസിൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കയറി കഴിഞ്ഞാൽ വണ്ടിയുടെ അക്സസറീസൊക്കെ വലിച്ചു പൊട്ടിക്കുക, അതുപോലെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് പുള്ളിക്കാരിയുടെ പരിപാടികൾ. അപ്പം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ പായസം വെക്കുന്ന ഒരു കുഞ്ഞൊരു മോനെ കണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യനാണെങ്കിൽ ഒരു കാറിൽ പായസം അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ഈ ഒരു സ്പോട്ടിൽ തന്നെ സ്ഥിരമായിട്ട് വിൽക്കുന്നതാണെന്നാണ് പറയുന്നത്. നല്ല കച്ചവടമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ആ മോനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ ഏജ് കാണത്തുള്ളൂ. സ്കൂളിൽ പോയി പഠിക്കേണ്ട സമയത്ത് ഈ വെയിലത്തൊക്കെ വന്ന് കുട്ടി ഇങ്ങനെ പായസമൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വിഷമം വന്നു. എന്നാലും ആ കുട്ടിയുടെ അധ്വാനിച്ച് ജീവിക്കാനുള്ള കഴിവിനെ നമ്മൾ ബഹുമാനിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ കല്ലൂസ് ബഹളം വെച്ച് അങ്ങ് ഉറങ്ങിപ്പോയി. ലച്ചൂസ് ആണെങ്കിൽ ഇപ്പോഴും ഉറങ്ങാതെ കുത്തിയിരിപ്പുണ്ട് ഇവിടെ. പുള്ളിക്കാരി ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ കേട്ട് ചിരിച്ച് അറിഞ്ഞിട്ടാണോ എന്തോ ഇങ്ങനെ ചിരിച്ച് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കല്ലൂസ് ഇരുന്ന് കുരുത്തക്കേട് കാണിച്ച് അവസാനം ഏട്ടൻ വണ്ടി നിർത്തി പുള്ളിക്കാരിയെ ബാക്കിൽ സീറ്റിൽ കിടത്തി. പുള്ളിക്കാരി അവിടെ നല്ല അടിപൊളി ഡ്യൂറോഫ്ലെക്സ് മെത്തയിൽ കിടന്ന് ഉറങ്ങുന്ന പോലെ നല്ല സുഖനിദ്രയിലാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ പുനലൂരിൽ തിരിച്ചെത്താറായി. വരുന്ന വഴിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു, മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് നല്ല വിശപ്പായി. ഇനി വന്നപ്പോഴത്തേക്ക് എന്തോ എനിക്ക് വിശപ്പായി. പോകുന്ന വഴിക്കൊക്കെ കഴിച്ച് പോയതാണെങ്കിൽ തിരിച്ചു വന്നപ്പോൾ എനിക്ക് നല്ല വിശപ്പായി ഗൈസ്. അങ്ങനെ ഞാൻ വന്ന ഉടനെ നമ്മുടെ പായസത്തിൻ്റെ ബോക്സ് എല്ലാം എടുത്ത് വെച്ചു. ഞാൻ തന്നെ ആദ്യം ഒന്ന് ഉദ്ഘാടനം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പായസത്തിൻ്റെ ബോക്സ് എല്ലാം എടുത്ത് വെച്ച് പൊട്ടിച്ച് ഞാൻ തന്നെ ആദ്യം ടെസ്റ്റ് ചെയ്തു കേട്ടോ. കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടപ്രഥമനാണ്. അപ്പം നിങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൈസ പയ്യൻ്റെ കയ്യിൽ നിന്നൊന്ന് വാങ്ങിക്കണം. അവനൊരു സഹായവും. അത് മാത്രമല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. നമ്മൾ എന്തോ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു.